അപ്പോൾ തൃശ്ശൂർക്കാരനും പാസ്പോർട്ടിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ ഓണസദ്യയാണ് പഠിക്കാൻ പോണേ. അപ്പൊ നമ്മുടെ ഒരു തീം എന്ന് വെച്ചാൽ നമുക്ക് എത്ര പെട്ടെന്ന് എത്ര ഫാസ്റ്റിൽ നമുക്ക് ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോണേ. നമ്മളിപ്പോ ഒരു കുറഞ്ഞത് ഒരു 7 കൂട്ടം കറിയും പിന്നെ ചോറും പായസവും പപ്പടവും അച്ചാറും ഒക്കെ വെച്ചിട്ട്, അച്ചാർ പിന്നെ ഉണ്ടാകണ്ട, നമ്മുടെ പൊളി സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്, അതെടുത്താൽ കിട്ടാൽ മതി. അപ്പൊ അച്ചാറുണ്ട്, അങ്ങനത്തെ കുറച്ചൊരു 7 കൂട്ടം. അതിന്റെ കൂട്ടത്തിൽ സാമ്പാർ, അവിയൽ, ഓളൻ, കാളൻ എല്ലാ സാധനവും നമ്മളങ്ങ് പൊരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എത്ര വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കറക്റ്റ് എത്ര സമയം കൊണ്ട് നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞെന്ന് കാണാൻ പറ്റും. നമുക്കിപ്പോ നോക്കാം എത്ര നേരം എടുക്കുന്നത്. നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഒന്ന് പോയി പച്ചക്കറിയുടെ അവസ്ഥ നോക്കി തരാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി. ഇത് മത്തങ്ങ ഉണ്ട്, കാബേജ് ഉണ്ട്, വഴുതനങ്ങ, ക്യാരറ്റ്, കായ, എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് പറ്റാവുന്നതെല്ലാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു നോർമൽ വാഴല അടക്കുന്നുണ്ട്, നല്ല ഫ്രഷ് വാഴല, ഫുൾ സാധനം സെറ്റ് ചെയ്ത് നമുക്ക് പരമാവധി എന്താ പറയുക നൈസ് ആയിട്ടൊരു സെറ്റിങ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അവിയലും സാമ്പാറും വെക്കാം. അപ്പൊ അതിനുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മൾ 2 കാര്യം ഉണ്ട്. നമ്മളങ്ങനെ എന്താ പറയാ വലിയൊരു പോർഷൻ തയ്യാറാക്കണില്ല, ചെറിയൊരു പോർഷൻ, ഒരു 4-5 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ നമ്മൾ ചെയ്യാനുള്ളൂ. 2 തക്കാളി എടുക്കാം, കുറച്ച് വെണ്ടക്കായ എടുക്കാം. വെണ്ടക്കായ നമുക്ക് മൊത്തത്തിൽ അങ്ങ് എടുക്കാം. പിന്നെ നല്ല പയറുണ്ട്, നല്ലതേ പനങ്കൊല പോലെ കിടക്കുന്ന ഒരു പയറുണ്ട്, അത് നമുക്ക് എടുക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, നമ്മുടെ പ്ലേറ്റ് സ്ഥലമില്ല, കുറച്ച് ഉള്ളി. അപ്പൊ കുറച്ച് ഉള്ളി നമ്മുടെ ചട്ടി നിറഞ്ഞു, നമുക്ക് അടുത്ത ചട്ടിയിട്ട് വരാം ഗൈസ്. നമ്മള് മത്തങ്ങ എടുക്കാണ്, മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ 2 മുരിങ്ങ നമുക്ക് ഇങ്ങ് പിടയ്ക്കാൻ. ഇപ്പൊ അപ്പൊ നമ്മുടെ കറി വെക്കാനുള്ള സാധനം മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം നമുക്ക് പരിപ്പ് തിളപ്പിക്കാൻ വെക്കാം. സാമ്പാറിന് വേണ്ടിയിട്ട് പരിപ്പ് നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ കട്ട് ചെയ്യാൻ പോവാം. അപ്പൊ പരിപ്പ് നമ്മൾ കയറ്റിയ അടുപ്പില് കുറച്ച് ഉപ്പിടാം, ഒരു 2 നുള്ള ഉപ്പ്, പിന്നെ അത് അവിടെ തിളക്കിട്ട് പിന്നെ കുറച്ച് മഞ്ഞളും, ഒരു കളറായിക്കോട്ടെ അല്ലേ. അപ്പൊ അത് അവിടെ തിളച്ച് മറിയട്ടെ. നമുക്കിനി ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കട്ടിങ് ആണ്. ഇത് ഫുള്ള് അങ്ങനെ നമുക്ക് അരിഞ്ഞ് തള്ളണം, ഒന്നും നോക്കണ്ട, ചന്നം പിന്നെ അരിയണം. അപ്പോ സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് ആദ്യം കുമ്പളങ്ങയിലോട്ട് കിടക്കാം. ഇതിപ്പോ എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഇതാ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പിന്നെ അങ്ങ് വെട്ടിപ്പൂളാം. നമ്മൾ കുമ്പളങ്ങയിൽ സാമ്പാറിൽ ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ഓലൻ വെക്കുന്നുണ്ട്, നല്ല കലക്കനൊരു ഓലൻ. അപ്പൊ അതേ സാമ്പാറിലേക്ക് നമുക്ക് ഇത് മതിയാവും. ബാക്കി നമുക്ക് ഓലനിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇത് കട്ട് ചെയ്യാം. അപ്പൊ നമ്മളിത് ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്താ വെച്ചാൽ കട്ട് ചെയ്ത് വന്നപ്പോ ഇതിൽ കുരു മാത്രമേ ഉള്ളൂ. കാശ് കൊടുത്ത് കുരു പിടിച്ച അവസ്ഥയത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി എടുക്കുന്നുണ്ട്. അത് നമുക്ക് അങ്ങ് സ്ലൈസ് ചെയ്യാം. ഇനിയിപ്പോ ഇങ്ങനെ സ്ലൈസ് ചെയ്യാലോ. അപ്പൊ നമുക്കിത് നൈസ് പീസായിട്ട് കട്ട് ചെയ്യാം സാമ്പാറിലോട്ട്. കുരുവല്ലേ. നമുക്കൊരു ചെറിയ പീസ് വെള്ളരിക്ക കൊടുക്കാം. ചെറിയ പീസ് മതി, കാരണം നമ്മൾ കുറച്ച് സാമ്പാർ ഉണ്ടാക്കണുള്ളൂ. എല്ലാം കുറച്ചിശ എന്നാ എല്ലാം ഉണ്ട് താനും. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പൊ നമുക്ക് വെള്ളരിക്ക എത്ര ഇടണുള്ളൂ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി സാമ്പാറിനൊക്കെ പീസൊക്കെ മാറ്റി വെച്ച് അവിയലിനുള്ള പീസ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം, പരിപാടിക്ക് കയറാം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് അരിയാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിനെ തൊലി കളഞ്ഞ് കുട്ടപ്പനാക്കാം. അപ്പോൾ നമ്മൾ അരിഞ്ഞു തുടങ്ങാണ്. നമ്മൾ മൊത്തം അരിയണ പരിപാടി കാണിക്കണില്ല, നമ്മൾ കുറച്ചേ കാണിക്കണുള്ളൂ. കാരണം ഒന്നാമത് നല്ല ലെങ്ത് വരും, കാരണം എത്ര സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞ് കാണിക്കും, ബാക്കി നമുക്ക് സെറ്റ് ആക്കാം. ഇതിപ്പോ ഞാൻ നോക്കുമ്പോ ബിഗ് ബോസിന്റെ പോലെ ഒരു 7 പണിയായിട്ടുണ്ട്. അരിഞ്ഞൊരു പരിവാകും തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കട്ട് ചെയ്യുന്ന പരിപാടി മാത്രം കാണിച്ച് ബാക്കി നമുക്ക് കുക്കിങ്ങിലോട്ട് പോവാം. നമുക്ക് നമ്മുടെ നല്ല പാചകം മാത്രം കാണിക്കാം, കട്ടിങ് ഒക്കെ നമുക്ക് ബാക്ക് സ്ക്രീനിലാവാം. നമുക്ക് അവനെ ചീകിയെടുക്കാം. ചീകിയെടുക്കാന്നല്ലോ പറയാ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്
അപ്പൊ 3 പേർക്ക് സാമ്പാർ കൊണ്ട് തുടങ്ങിയത് കണ്ടില്ലേ? ഇതൊരു ജില്ലക്ക് കൊടുക്കാനുള്ള സാധനമുണ്ട്. ഇത് നമ്മള് ഉദ്ദേശിച്ചോട് നിൽക്കും തോന്നല്ലേ കേട്ടാ. നമുക്ക് നോക്കാം, ഒരു രംഗം നമുക്കങ്ങ് പയറ്റാം, എന്താവുന്ന കണ്ടറിയാം. അപ്പൊ അതിവിടെ കനത്തിൽ പരിപാടികളൊക്കെയാണ് സദ്യക്കുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചൺ ടീം. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറമാൻ. എന്നും ക്യാമറയുടെ മുന്നിൽ വിളിച്ചിരിക്കണവനാ. ഇന്ന് അവന് എന്താ പറയാ മുന്നിൽ വന്ന് ഷൈൻ ചെയ്യണമെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് അവനൊന്ന് സ്റ്റാർ ആക്കാന്ന് വെച്ചത്. പയറ് തോരൻ വയ്ക്കാനുള്ള പരിപാടിയാ. അതിനുള്ള പരിപാടിയിലോട്ട് വെക്കാം. നമുക്ക് ആവശ്യമില്ലാത്തവരൊക്കെ കളയാം. നമുക്ക് നല്ല രുചി അങ്ങ് സ്ലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാനുള്ള പരിപാടിയാ. പെട്ടെന്ന് ചെയ്യണം, കാരണം നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ളതാ. നമുക്ക് ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സദ്യ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പയറോട്ടൊരു തോരൻ വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാബേജിനെ പൊളിച്ചൊരു തോരൻ വയ്ക്കുന്നുണ്ട്. 2 തോരനാണ് അപ്പൊ നമ്മുടെ സദ്യയിൽ വരുന്നത്. അപ്പൊ നമുക്കിനി കാബേജ് കട്ട് ചെയ്യാം. നല്ല തേങ്ങയൊക്കെ ഇട്ട് കടുകൊക്കെ വറുത്ത് അതൊരു കാലക്കൻ തോരൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് ബീട്രൂട്ട് പച്ചടികളുടെ പരിപാടി ഇവിടെ നടക്കുകയാണ്. വലിയ നല്ല പാലക്കാടൻ മട്ട അടുപ്പത്തേരും തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കുത്തരി ചോറ് പൊളിക്കും. അപ്പൊ നമ്മൾ നേരത്തെ സാമ്പാറിൽ ഇട്ടതിന്റെ ബാക്കി വെള്ളരിക്കാണ് നമ്മൾ ഇത് വെച്ചൊരു ചെറിയൊരു പച്ചടി തയ്യാറാക്കാണ്. നല്ല തേങ്ങയും ജീരകമൊക്കെ അരച്ച് നല്ല നല്ല നൈസ് ഒരു അരപ്പില് പച്ചമുളകൊക്കെ ഇട്ട് ചുമന്നുള്ളിയൊക്കെ ഇട്ട് നല്ലൊരു അരപ്പുണ്ടാക്കി നല്ല കുഞ്ഞു കുഞ്ഞായിരുന്ന വെള്ളരിക്ക വെച്ച് നല്ല കലക്കനൊരു പച്ചടി. ഒരു സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്താ പറയാ പെർഫെക്റ്റ് പീസ് ആക്കാനൊന്നും നോക്കണില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, റെസിപ്പി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓരോ ഡിഷും നമുക്ക് ചെയ്യാം. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു എന്താ പറയാ പെട്ടെന്ന് തീർക്കാന്നുള്ള ഒരു ടാസ്ക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ സ്പീഡിൽ എല്ലാം ചെയ്യണത്. പിന്നെ പകുതി എല്ലാം കാണിച്ച് ചെയ്യണത്. അല്ല നമ്മളെല്ലാം വിശദമായി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതേ ടൈമർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 മണിക്കൂറായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് തീരാറായിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ അവിയലുണ്ട്, സാമ്പാറുണ്ട്, കാബേജ് തോരന്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ അടുപ്പിലിടുക, കുറച്ച് മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി. തീർന്നു, പരിപാടി തീർന്നു. അപ്പൊ ഇവിടെ ബീഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തോരന്, അതും തീർന്നു. പരിപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട് സാമ്പാറിനുള്ളത്. ബീട്രൂട്ട് ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കട്ടിങ്ങും തീർന്നിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് പോരെ ഇവിടെ തന്നെ പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഉണ്ട്. നല്ല പുളിഞ്ചി ഉണ്ടാക്കാൻ, നല്ലൊരു കലക്കം പുളിഞ്ചി ഉണ്ടാക്കാൻ. അപ്പൊ അത് ഓൾമോസ്റ്റ് കട്ടിങ് നമ്മുടെ തീർന്നു. അത് ഇഞ്ചിപ്പൊടിക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അത് ഇനിയൊരു അരമണിക്കൂർ 3/4 മണിക്കൂറിൽ പരിപാടി തീരും. അപ്പൊ 2 മണിക്കൂർ അണ്ടറി മാക്സിമം ടൈറ്റ് ചെയ്ത് നമ്മൾ തീർക്കാനാണ് നോക്കണേ. അപ്പൊ നമുക്ക് എത്രത്തോളം ടൈറ്റ് ആവും നോക്കാം. നമുക്കപ്പൊ സൈഡിൽ കൂടെ കുക്കിംഗ് തുടങ്ങാം. അപ്പൊ നാട്ടിൽ നിന്ന് ഒരു കലക്കൻ ചട്ടി വന്നിട്ടുണ്ട്. ആ ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ച് നേരെ നമുക്ക് അങ്ങ് കാബേജ് തോരൻ വെക്കാം. അപ്പൊ ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. അങ്ങനെ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല, നമ്മൾ എടുത്തേക്കണതിനനുസരിച്ചുള്ളൊരു ഇതില്. അപ്പൊ എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കാം. ചീനച്ചട്ടിയിലോട്ട് നമ്മള് കടുക് ഇടുകയാണ്. അവൻ ചെറുപടേന്ന് പൊട്ടാൻ തുടങ്ങിയിട്ട് അവൻ പൊട്ടട്ടെ. അവൻ ഞങ്ങൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സാധനം ഇടാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഉള്ളിയൊക്കെ വഴറ്റി സാധനങ്ങളൊക്കെ ഇടാം. പക്ഷെ നമ്മള് എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിനവിടെ തീർക്കാം മാക്സിമം പറ്റാവുന്ന പോലെ. അത് പറ്റാവുന്ന പോലെ സൂപ്പറായിട്ട് അത് തന്നെ നമ്മളെല്ലാം ഒരുമിച്ചിടാണ്. നല്ല ചൂടായിട്ടുണ്ട് ചീനച്ചട്ടി. 2 നുള്ള ഉപ്പങ്ങ് ഇടാം ആവശ്യത്തിനുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പൊ ഞാൻ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 അല്ല, ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളത് നിങ്ങളുടെ കണക്കനുസരിച്ച് ഇടുക. അതിൽ ഇത്ര ക്വാണ്ടിറ്റി ഒന്നുമില്ല. നമ്മുടെ എരിവും പൊളിയൊക്കെ നോക്കി നമ്മളങ്ങ് പിടയ്ക്കുക. അതേ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുണ്ട്. എനിക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ എല്ലാത്തിലും കുരുമുളക് പൊടി ഇടും. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടി. ഇനി അതൊന്ന് മിക്സ് ചെയ്യുക, അടച്ച് വെക്കുക. അത് സെറ്റായി. ആ കറിയുടെ പരിപാടി തീർന്നു. അത് നമ്മൾ വന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കുകയാണ്. അപ്പൊ അത് സെറ്റായി. അപ്പൊ അതെ ചോറ് തിളയ്ക്കുന്നുണ്ട്. തോരൻ അവിടെ സെറ്റാണ്. നമുക്കിനി സാമ്പാറിന്റെ പണിയിൽ കൊടുക്കാം. അതായത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും പരിപ്പ് നമ്മൾ ഓൾറെഡി എന്താ പറയാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്താ പറയാ പരിപ്പ് കറിക്കും പിന്നെ സാമ്പാറിലായിട്ടുള്ള പരിപ്പാണ്. നിങ്ങൾ ക്വാണ്ടിറ്റി കണ്ട് ഞെട്ടണ്ട. എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉലുവ ഇടാം.
കുറച്ചിട്ടാ മതി. ഒരു ഇത്രയും. അപ്പൊ അതെ ഉലുവ പൊട്ടുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചേക്കാം, അല്ലെങ്കിൽ അതങ്ങ് കരിയും. അപ്പൊ ഉലുവ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉലുവ നല്ല രീതി കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. കരിഞ്ഞിട്ടില്ല നമ്മൾ. അപ്പൊ അതിനകത്തോട്ട് ഞാൻ നമ്മളിത് കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പുളി നമ്മൾ നേരത്തെ ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് കുറച്ച് ഒഴിക്കാം. ഇഞ്ചൻ പുളിക്കും സാമ്പാറിലോട്ടുള്ള പുളിയാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് ഇത് കുറച്ചങ്ങോട്ട് ഒഴിക്കാം. നമുക്ക് ഒരു അരിപ്പ് വെച്ചാൽ ഒഴിക്കാം. കാരണം ഇതിനകത്ത് കുറച്ച് എന്താ പറയാ പുള്ളിയുടെ നേരിൽ കിടക്കണം. മറ്റേ ഉള്ളിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. പച്ചമുളകും നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പുളിവെള്ളം അരിപ്പ് വെച്ച് ഒഴിക്കാം. കാരണം അതിനകത്ത് കുറച്ച് പുളിയുടെ തൊണ്ടും കുറച്ച് കയറുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുക. തക്കാളി എന്താ പറയുക വഴുതനങ്ങയൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പച്ചക്കറി ഇട്ടിട്ട് തിളയ്ക്കാൻ വയ്ക്കാം. നല്ല രീതി ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഈ തക്കാളിയും വഴുതനങ്ങ ആഡ് ചെയ്യാം. അവൻ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ എന്താ പറയുക കുറച്ച് കായപ്പൊടിയും ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് മതി. ഞാൻ കായത്തിന്റെ പൊടിയാണ് യൂസ് ചെയ്യണത്. അതേ LGയുടെ നല്ല പൊളിക്കായം കുറച്ചിട്ടാൽ മതി. ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഹാർഡ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാനി. അപ്പൊ ഇത് മിക്കവാറും ഇപ്പൊ കുക്കറിന്ന് അറിയും. വെണ്ടക്കായ നമുക്ക് മാറ്റി വയ്ക്കാം. ഫുള്ളും മുരിങ്ങക്കായും എല്ലാം നമ്മൾ അങ്ങ് ഇട്ടാണ്. അപ്പൊ നമ്മൾ ആവശ്യമുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒഴിക്കാം. സാമ്പാർ എന്താ പറയാ പച്ചക്കറിയൊക്കെ ഒന്ന് നീന്തി തുടിക്കണം. നീ കുറച്ച് ഉപ്പിടുക. എന്തുകൂടെ പറയാ നല്ലൊരു കലക്കം സാമ്പാർ ഇപ്പൊ സെറ്റായി വരും. അപ്പൊ അതെ നമ്മൾ എന്താ പറയാ ഇത്തിരി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. സ്പെഷ്യൽ ഒന്നും അല്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മളിപ്പോ ക്യാബേജ് ഒരു എന്താ പറയാ 50% വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള ക്യാബേജിനെ നമ്മൾ എന്താ ചെയ്യണം പോണെന്ന് വെച്ചാൽ ഒരു ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ഓവനിലോട്ട് വെക്കാൻ പോവാം. അപ്പോൾ ഒരു 100 ഡിഗ്രിയിൽ വെച്ചിട്ട്. അപ്പൊ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മള് ബാക്കി സാധനം കുക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇവൻ താഴെ ഇരുന്ന് പതുക്കെ അങ്ങ് സെറ്റ് ആവും. നമുക്ക് ഇതിനകത്തോട് കുറച്ച് തേങ്ങ ഇടാം. നേരത്തെ പറഞ്ഞ പോലെ ഓവനിലോട്ട് വെക്കാനേക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ ഡ്രൈഡ് തേങ്ങയാണ്, പക്ഷെ നൈസാണ്, നൈസ് ഫ്ലേവറാണ്. അത് നമുക്ക് ആഡ് ചെയ്തിട്ട് ഇത് നമുക്കിനി ട്രേയിലോട്ട് വെച്ചിട്ട് നമുക്ക് നേരെ ഓവനിലോട്ട് വയ്ക്കാം. അപ്പൊ അത് പതുക്കെ അവിടെ ഇരുന്ന് അതും കുക്കാവും. നമ്മൾ അതിന്റെ മുകളിൽ ഒരു ലെയറും കൂടെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി നമ്മുടെ മോൾ ഭാഗം കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേപ്പർ അങ്ങ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് അത് ഓവനിലോട്ട് വയ്ക്കാം. ഓവൻ ഓൾറെഡി പ്രീ ഹീറ്ററാണ് 100-ല്. അപ്പൊ നമുക്കിനി അത് ഓവനിലോട്ട് വയ്ക്കാം. അപ്പൊ ഒരു എന്താ പറയാ 15 മിനിറ്റ് അത് ഓവനിൽ വെച്ചാൽ മതി. അവിയലിനുള്ള പരിപാടി തുടങ്ങാണ്. അവിയൽ നമ്മൾ ആദ്യം എന്താ പറയാ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ പുഴുങ്ങാൻ പോവാണ്. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയേ ഉള്ളൂ. അവിയൽ ഉണ്ടാക്കാൻ ഇത്രേ പരിപാടിയുള്ളൂ. അപ്പൊ അതേ ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടിയും അത്രയേ ഉള്ളൂ ഇതിൽ. അപ്പൊ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. അവിയലിനുള്ള എല്ലാ പച്ചക്കറി ഇതിലുണ്ട്. അതിൽ തിളക്കട്ടെ. അപ്പൊ നമ്മുടെ പരിപാടി ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആക്കാൻ വേണ്ടി നമ്മൾ അടുത്ത സാധനം ഓവനിലോട്ട് തള്ളാൻ പോവാ. അപ്പൊ നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാം. അത് അവിടെ നിന്ന് കുക്കായിക്കോളും, ടെൻഷനിലുണ്ട്. അപ്പൊ ഇത് ബീൻസ് തോരനാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാ സബോളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ അത് കുറച്ച് മഞ്ഞൾ ഇതിനകത്ത് വേണുണ്ട്. നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്യാണ്, കുറച്ചിട്ടാൽ മതി. പിന്നെ ആവശ്യമുള്ള എന്താ പറയാ മുളക് പൊടി ഇടുക. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. സമയം ലാഭമാണ്. എന്താ പറയാ ഗ്യാസിന്റെ ആവശ്യം വരുന്നില്ല. കുരുമുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് ആവശ്യമുള്ള ഉപ്പിടുക, ആവശ്യമുള്ള ഉപ്പിടുക. പിന്നെ അതേ വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിലാണ്, പക്ഷെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മളിതേ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്, ഡ്രൈഡ് കോക്കനട്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ല രീതിയിൽ. അപ്പോൾ ഫൈനലിലാണ് കോക്കനട്ട് ആഡ് ചെയ്യുക. പക്ഷെ നമ്മളിത് ഓവനിൽ എന്താ പറയുക 1 ഷോട്ട് ആയിട്ട് പരിപാടി തീർക്കണ കാരണം നമ്മളിതൊക്കെ എന്താ പറയുക ഒരുമിച്ചിട്ടിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത്, പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ അവസാനം നമുക്ക് ഒന്നുകൂടി ആഡ് ചെയ്യാൻ, എന്നിട്ട് മിക്സ് ചെയ്താൽ മതി. ഓവനിൽ വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. അത് അവിടെ ഇരുന്നിട്ട് നല്ല രീതിയാണ്. പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് വെള്ളം ഞാൻ തെളിക്കുന്നുണ്ട്. എന്താ പറയുക ആ ഒരു സ്റ്റീമും വരും അതിനകത്ത്, നല്ല രീതിയിൽ സ്റ്റീമും കൂടെ വരും. അപ്പോൾ അത് എന്താ പറയുക സുന്ദരമായി കുക്ക് ചെയ്ത് വരും. അപ്പോൾ അത് ആഡ് ചെയ്താൽ ഒന്ന് മിക്സ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഞാൻ ഒരു ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ക്യാബേജിന് സെറ്റ് ചെയ്ത പോലെ. ക്യാബേജ് പക്ഷെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് വെച്ചത്. ഇത് പക്ഷെ നമ്മൾ കുക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ് വെക്കുകയാണ്. കാരണം നമുക്ക് സമയം എന്താ പറയുക വളരെ പരിമിതമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്താ പറയുക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പരിപാടിയിലാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ അത് ഇത് നമ്മൾ മുകളിൽ വെച്ച് കവർ ചെയ്യാൻ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ബേക്കിംഗ് പേപ്പർ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് എന്താ പറയുക ഓവനിലോട്ട് വയ്ക്കാം.
അപ്പൊ അതേ നമ്മുടെ സാമ്പാറിനുള്ള പച്ചക്കറിയൊക്കെ വെട്ടി കളക്കുന്നുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മാറ്റി വെച്ച വെണ്ടക്കായ, വഴുതനങ്ങ, തക്കാളി. നമ്മൾ നോർമലി വെണ്ടക്കായ ഇട്ടതിന് ശേഷം വഴുതനങ്ങ ഇട്ട് തക്കാളി അടിയാണ് ചെയ്യാൻ, നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പോവാ. അതാണ് നമ്മുടെ ഒരു വെറൈറ്റി സ്റ്റൈൽ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള പരിപ്പിടുക, സാമ്പാറിൽ ആവശ്യത്തിനുള്ള പരിപ്പിടുക. അതൊന്ന് ഒടഞ്ഞ രീതി കുഴഞ്ഞങ്ങ് വരട്ടെ, നല്ല മയത്തിൽ വരട്ടെ. അപ്പൊ നമ്മള് പരിപ്പിടാണ്. നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുക, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക. അപ്പൊ കുരുമുളക് പൊടി, മുളക് പൊടി. അപ്പൊ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളയ്ക്കാൻ വെച്ചിട്ട് ടാമ്പർ ചെയ്യാം. അവസാനം കുറച്ച് മുളകും പച്ചമുളകും കടുകൊക്കെ ഇട്ട് നല്ലൊരു സെറ്റപ്പ് ആയിട്ട് അങ്ങ് ചെയ്യാം. അപ്പൊ അതേ നമ്മൾ ആ അവിയലിനുള്ള അരപ്പ് തയ്യാറാക്കാണ്. നമ്മൾ ഓൾറെഡി തേങ്ങിയിട്ടുണ്ട്, കുറച്ച് ഉള്ളിയിട്ടുണ്ട്, 2-3 പച്ചമുളക് ഇടാം. അത് മതിയായിരിക്കും. പിന്നെ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ജീരകം ഇടാം. അപ്പൊ കുറച്ച് ജീരകം ഇടുന്നു, നമ്മൾ ആവശ്യത്തിന് ഇടുക. എനിക്ക് കുറച്ച് ജീരകത്തിന്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടേക്കണം. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും, പിന്നെ നമ്മൾ കുറച്ചൊരു പുളിവെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച്, അധികമല്ല. കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. പിന്നെ നേരത്തെ നമ്മൾ എന്താ പറയുക തയ്യാറാക്കി വെച്ചാൽ പുളിവെള്ളത്തിൽ നിന്ന് കുറച്ച് പുളിവെള്ളം ആഡ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് നേരത്തെ എന്താ പറയാ വേവിച്ച് വെച്ചേക്കണ പച്ചക്കറിയിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ അവിയൽ സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം മിക്സിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് അരയ്ക്കാൻ പോവാണ്. അരച്ചിട്ട് നമ്മൾ പച്ചക്കറിയിൽ ആഡ് ചെയ്യും. നല്ല സെറ്റപ്പ് അവിയൽ സെറ്റാവാ. അതേ അവിയലിനുള്ള പച്ചക്കറി ഇവിടെ വെന്തിരിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് അരപ്പ് ചേർക്കാം. നല്ല കലക്കനാണ്, നല്ല ഫ്രഷ് ടേസ്റ്റ് ആണ്. പിന്നെ അതങ്ങ് മിക്സ് ചെയ്യാം. അപ്പൊ അതെ ആ അവിയൽ നല്ല സുന്ദര കുട്ടപ്പനായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കലക്കൻ, നല്ല ടെക്സ്ചറും. എന്താ പറയാ, നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഉപ്പും കുറച്ച് എന്താ പറയാ പുളി വേണമെങ്കിൽ പുളിയും ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഒന്ന് 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് തേങ്ങ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് അടച്ചിട്ടങ്ങ് മാറ്റി വയ്ക്കാം. അപ്പൊ അത് അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും. നമ്മളിനി അടുത്തത് നമ്മളിത് ബീട്രൂട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ അരിഞ്ഞ് തള്ളിയിരിക്കുന്നതാണ്, ഒരു മയം ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ബീട്രൂട്ട് പച്ചടി വെക്കാം. അപ്പൊ നമുക്കിനി ബീട്രൂട്ട് പച്ചടി അങ്ങ് തീർക്കാം. അപ്പൊ നമ്മള് ചട്ടി ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ്. അപ്പൊ നമുക്കിനി കടുക് ഇടാം. അപ്പൊ നല്ല രീതി എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പൊ അതേ അവനങ്ങ് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇടാം. നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഇത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീട്രൂട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഇനി അത് അവിടെ നിന്ന് വേവട്ടെ. അതിനുശേഷം നമുക്കൊരു അരപ്പ് സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ട് കുറച്ച് യോഗട്ടും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു, അത് സെറ്റായി. അപ്പൊ അത് ബീട്രൂട്ട് പച്ചടിക്കുള്ള അരപ്പിനുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്. കുറച്ച് കടുകുണ്ട്, കുറച്ച് ജീരകമുണ്ട്, പച്ചമുളകുണ്ട്, തേങ്ങയുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്. ഇത് നല്ല രീതിയിൽ ഞങ്ങൾ അരച്ചെടുത്തിട്ട് ഇത് ബീട്രൂട്ട് ഇവിടെ ഇരുന്ന് വേവുന്നുണ്ട്. നല്ല രീതിയിൽ എന്താ പറയാ കുഴഞ്ഞ് വെന്ത് വരുമ്പോൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കുറച്ച് എന്താ പറയാ യോഗട്ടും കൂടെ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പൊ പച്ചടി അത്രയേ ഉള്ളൂ, സെറ്റാണ്. അപ്പൊ അതേ നമ്മള് സാമ്പാർ തിളച്ച് കുട്ടപ്പനായി വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ടാമ്പർ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഇനി എണ്ണ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കത് സാമ്പാറിലോട്ട് ആഡ് ചെയ്യാം. കടുക് പൊട്ടി വരുന്നുണ്ട്, കുറച്ചുകൂടി ആഡ് ചെയ്യാം. കടുക് നല്ല രീതി എന്താ തിളച്ച് എണ്ണ കിടന്ന് പൊട്ടിച്ചെറിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളകല്ല, നല്ല പ്രഷറുണ്ട്, നല്ല പ്രഷർ. അപ്പൊ അതേ പച്ചമുളക് നല്ല ഇതായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പാർ പൊടിയൊക്കെ ഇടാം. നമ്മള് എന്താ പറയാ നോർമൽ ആയിട്ടുള്ള സാമ്പാറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാമ്പാർ പൊടി ഇടുന്നില്ല. അത് നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഇവിടെ നമുക്കിത് സാമ്പാറിലോട്ട് ആഡ് ചെയ്യാം. അത് സെറ്റ്, സാമ്പാർ സെറ്റ്. കായപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. കായമല്ല, ഉലുവല്ല കായം. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. കാബേജ് ഓൾറെഡി സെറ്റായി നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബീൻസ് തോരൻ പൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോ എന്താ ചെയ്യാം, നമ്മളെ അവസാനത്തെ എണ്ണ വെച്ച് ചട്ടിയിൽ വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഈ സബോള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കും. പിന്നെ കുറച്ചുകൂടി എന്താ പറയാ തേങ്ങ ഇടും. വേറെ ഒന്നുമില്ല, സംഭവം സെറ്റാണ്. ചോറ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്.
അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മത്തങ്ങ എലിശ്ശേരിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഓൾറെഡി അടുപ്പത്ത് കയറ്റി. ഇതിനകത്ത് ഇപ്പൊ എന്താ പറയാ, മത്തങ്ങ ഉണ്ട്, കുറച്ച് കുഞ്ഞുള്ളി ഉണ്ട്, കുറച്ച് പച്ചമുളക് ഉണ്ട്, കുറച്ച് കറിവേപ്പില ഉണ്ട്, പിന്നെ നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത ബീൻസ് ഇട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും, പിന്നെ മുളക് പൊടി, ഇത്ര സാധനങ്ങളുള്ളൂ. അപ്പൊ ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതി എന്താ പറയാ തിളച്ച് മത്തങ്ങ ഒട്ടയുന്ന വരെ നമ്മൾ ഇവിടെ വെക്കുക. ഓക്കെ, അപ്പൊ അതേ മത്തങ്ങ എലിശ്ശേരി അവിടെ ഇരുന്ന് തിളച്ച് കുട്ടപ്പനായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സെറ്റായ എന്താ പറയാ മെഴുകി വന്നിട്ട് പയറത്തിരി കൂടി, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അതിലോട്ട് ഇനി എന്താ പറയാ അരപ്പ് ചേർക്കാം. അപ്പൊ ഇതിനകത്ത് തേങ്ങയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, തേങ്ങയുണ്ട്, കുറച്ച് ജീരകമുണ്ട്, കുറച്ച് സബോള ഉണ്ട്. നമുക്ക് ഇത് നല്ല രീതി അരച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. അപ്പൊ അത് തേങ്ങ നല്ല അരപ്പ് സെറ്റ് ആയി വന്നിട്ടുണ്ട്, നമുക്കത് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ടാമ്പർ ചെയ്യാം. പരപ്പലത്തിൽ വെള്ളം കൂടി ഉണ്ട്, 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് അവിടേക്കും എന്താ പറയാ മത്തങ്ങയൊക്കെ നല്ല രീതി ഉടഞ്ഞു വരും. അപ്പൊ അത് കിച്ചണൊക്കെ ചിലമ്പാണ്, കാരണം നമ്മൾ ഒരു 5-6 കറി വെക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള അലങ്കൂരോടെ കാണാൻ പറ്റും, ക്ഷമിക്കുക. പിന്നെ ഇപ്പൊ നമ്മളിനി ചെയ്യാൻ വേണ്ടത് കൂട്ടുകറിയാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കുമ്പളങ്ങയുണ്ട്, ചേനയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി വെള്ളം ഇവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, നല്ല രീതി തിളച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് അതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കും. ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പൊ എന്താ പറയാ കടല കിട്ടിയില്ല നോക്കി കഴിഞ്ഞപ്പോ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്താ പറയാ എലിശ്ശേരിക്ക് വെച്ച കുറച്ച് പയർ ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ അത് ഇട്ടിട്ട് പെടപടയ്ക്കാൻ പോകും. എങ്ങനെയുണ്ട് നോക്കാം, നൈസായിരിക്കും. ഒരു എന്താ പറയാ വലിയ ഫ്ലേവർ വ്യത്യാസം ഒന്നും വരാൻ പോണില്ല, നല്ല എന്താ പറയാ രണ്ടും പരിപ്പാണ്, ടേസ്റ്റി ആയിരിക്കും. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇത് തിളയ്ക്കാൻ വെക്കട്ടാ. അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടുക, അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് വഴിയെ ആഡ് ചെയ്യാം. അപ്പൊ അതേ എലിശ്ശേരി ഇവിടെ ഓൾമോസ്റ്റ് എന്താ പറയാ സെറ്റായി വരുന്നുണ്ട്. അപ്പൊ അതേ ബീട്രൂട്ട് നല്ല രീതിയിൽ കലക്കനായി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിനകത്തോട്ട് അരപ്പ് ചേർത്തിട്ട് പിന്നെ ഇത്തിരി യോഗർട്ട് ചേർത്തിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചേക്കണാണ്. കുറച്ച് കടുകുണ്ട്, ജീരകമുണ്ട്, തേങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ഉള്ളിയുണ്ട്, കറിവേപ്പിലുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതാ വിട്ടിരുന്ന് കുറുകി വരട്ടെ. അതിനകത്തോട്ട് നമ്മൾ 1 ടീസ്പൂൺ യോഗർട്ട് ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് അത് അവിടെ ഇരുന്ന് എന്തോട്ടെ. പിന്നെ ഇത് കളറൊക്കെ നല്ല കലക്കനായി വന്നിട്ടുണ്ട്. അപ്പൊ കളറിന് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്യാണ്. പിന്നെ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ ഇനി അത് അവിടെ ഇരുന്ന് തിളച്ച് മറയട്ടെ. കാണാൻ പറ്റും എലിശ്ശേരി ഇവിടെ സെറ്റാണ്. നല്ല രീതിയിൽ എന്താ പറയാ മത്തങ്ങൊക്കെ ഉടഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, സെറ്റാണ്. അപ്പൊ നമ്മൾ ടെമ്പറയാണ്. അപ്പൊ അതിനകത്തോട്ട് കടുകും എന്താ പറയാ വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മളത് എലിശ്ശേരിയിലോട്ടും പിന്നെ എന്താ പറയാ കിച്ചടിയിലോട്ടും മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് എണ്ണ നല്ല ചൂടാണ്, അതാണ് ഞാൻ അങ്ങനെ പൊക്കി പിടിച്ചേക്കണത്. അപ്പൊ അതൊന്ന് സെറ്റ് ആവട്ടെ. അപ്പൊ നമുക്ക് കുറച്ചിനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം, പിന്നെ കുറച്ചത് ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമുക്കതങ്ങ് മിക്സ് ചെയ്യാം. അപ്പൊ അത് എലിശ്ശേരിയുടെ പരിപാടി കഴിഞ്ഞ് എലിശ്ശേരി സെറ്റായി. അപ്പൊ അത് കൂട്ടുകാരുടെ പരിപാടി ഓൾമോസ്റ്റ് തീരാറായി. നമ്മളപ്പോ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും ഇട്ട് അതൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂട്ടുകറിയുടെ സെറ്റാണ്. ഐ മീൻ എന്താ പറയാ നമ്മുടെ പച്ചക്കറി മൊത്തം തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കടലയ്ക്ക് പകരം പയറാണ് ഉണ്ടാക്കുന്നത്. അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമ്മൾ കുറച്ച് എന്താ പറയാ മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ അരപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ പരിപാടി, എന്താ പറയാ തേങ്ങയുണ്ട്, ജീരകമുണ്ട്, അത് നമ്മൾ ഇടുന്നു. മൊത്തത്തിലും ഇടാം. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ കുറച്ച് ശർക്കര ഒരുക്കിയിട്ടുണ്ട്. ഇത് മൊത്തത്തിലേക്കല്ല, നമ്മൾ കുറച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. കുറച്ച് മതി, ആ ഒരു എന്താ പറയാ ആ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിനി ഇത് മിക്സ് ചെയ്യാം, നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പൊ അത് നമ്മുടെ കൂട്ടുകറി ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനിയിപ്പോ അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയാ കടുക് പൊട്ടിച്ച് മുളക് താളിച്ച് അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ തേങ്ങ ഇട്ട് നല്ല രീതിയിൽ തേങ്ങ ഒന്ന് ബ്രൗൺ ആക്കി എടുത്തിട്ട് അത് ഇതിനകത്തോട്ട് ഇടും. അത്രയുള്ള കൂട്ടുകറി എന്ന് പറയുമ്പോൾ സെറ്റാണ്. അപ്പൊ അതെ പിന്നെ ഉള്ളത് പൈനാപ്പിൾ പച്ചടിയാണ്. അതുകൂടെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നമ്മൾ പൈനാപ്പിൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് അരപ്പ് ചേർക്കും. അതിനുശേഷം ഇത്തിരി യോഗർട്ട് ചേർത്തിട്ട് നമ്മളത് വാങ്ങിച്ചു വെക്കും. അപ്പൊ അതെ പിന്നെ ഉള്ളത് കാളനാണ്. കാളന നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മള് കായം ഇത്തിരി എന്താ പറയാ മഞ്ഞപ്പൊടിയും കുരുമുളകും ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് യോഗർട്ടൊക്കെ ആഡ് ചെയ്തിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് നമ്മൾ സെറ്റാക്കും. പിന്നെ ഇതെല്ലാം നമ്മൾ എന്താ പറയാ എണ്ണയില് എന്താ പറയാ കടുകൊക്കെ പൊട്ടിച്ച് നല്ല കടുകൊക്കെ പൊട്ടിച്ച് വറ്റമുളകൊക്കെ ഇട്ടിട്ട് അതങ്ങ് ഫിനിഷ് ചെയ്യും. അപ്പൊ അതെ നമ്മക്ക് ഓൾമോസ്റ്റ് തീരാറായി സദ്യ. ഓൾമോസ്റ്റ് ഒരു എന്താ പറയാ 1.25 മണിക്കൂറായിട്ടുണ്ട്. 2 മണിക്കൂറിന് അണ്ടറിൽ നമുക്ക് പൊളിക്കാൻ പറ്റുന്നത്. അപ്പൊ അതേ പൈനാപ്പിൾ കിച്ചടി ഇവിടെ സെറ്റാണ്, കാളന് ഇവിടെ സെറ്റാണ്, വെള്ളം ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പൊ അതേ പൈനാപ്പിളും കാളനുള്ള കായൊക്കെ സെറ്റാണ്. നമുക്ക് അതിനകത്തോട്ട് തേങ്ങ ആഡ് ചെയ്യാം, ആവശ്യമുള്ള തേങ്ങ ആഡ് ചെയ്യാം. അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇവിടെയും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കാളനും.
അപ്പൊ അവിടെ ഇരുന്നൊന്ന് എന്താ പറയാ തേങ്ങയൊക്കെ ഒന്ന് വേവട്ടെ. അപ്പൊ അത് കാള സെറ്റാണ്, നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് എക്സ്ട്രാ യോഗട്ട് ആഡ് ചെയ്തു, കാരണം പുളിയില്ല തീരെ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്തത് കാരണം ഇത്തിരി വെള്ളം കൂടി ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, നല്ല സെറ്റ് ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പൈനാപ്പിൾ നല്ല അവിടെ സെറ്റ് ആയി നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിനോട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് മറ്റമുളകും എന്താ പറയാ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. നമ്മൾ കടുക് ഇടാൻ പോവാണ്. അപ്പൊ അതേ കടുക് പൊട്ടി നമ്മൾ കുറച്ച് ഉലുവ ഇടുകയാണ്. അപ്പൊ അതും പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലിട്ട് പരിപാടി അങ്ങ് അവസാനിപ്പിക്കാം. അത് സെറ്റായി. മുളക്, കുറച്ച് കറിവേപ്പില. ഓക്കെ, അപ്പൊ നമ്മുടെ സദ്യ 90% ഇവിടെ തീർന്നിരിക്കുകയാണ്. ഐ മീൻ ഉണ്ടാക്കി തീർന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി അത് ഓരോ കറിയിലോട്ട് അങ്ങ് ആഡ് ചെയ്യാം. അതേ നമ്മുടെ നളപാചകം കൂടെ ഏതാണ്ട് അവസാനിക്കാറായിരിക്കാണ്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തൂസിനെല്ലാം അങ്ങ് വിരിച്ചിട്ട് നല്ല പാലക്കാടൻ വടി മട്ട റൈസ് അങ്ങ് നല്ല ചൂടുള്ള റൈസ് അങ്ങ് വെച്ചിട്ട് ബാക്കിയുള്ള കറികളൊക്കെ ഓരോന്നായിട്ട് വിളമ്പിയിട്ട് അതൊന്നും ആദ്യം സാമ്പാർ വന്നു, പിന്നെ അവിയൽ വന്നു, പിന്നെ കാളം വരും, അത് കഴിഞ്ഞ് ഓലം വരും, ഓരോന്നും അങ്ങനെ വരും. ഇത് വന്ന് നമുക്കത് കഴിക്കാം. അപ്പൊ ഹാപ്പി ആയിട്ടൊരു സൂപ്പർ ഓണം. ഇതിപ്പോ ഓൾമോസ്റ്റ് ഒരു നമ്മൾ 2 മണിക്കൂർ പറഞ്ഞെങ്കിലും നമ്മൾ 7 കറി എന്ന് പറഞ്ഞാൽ തുടങ്ങിയേ. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. 7 കറി അല്ല, 12-13 കറി ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് ഒരു 2.5 എന്താ പറയാ മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ടൈമർ കാണിക്കും അവസാനം. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കും, നിങ്ങൾ കാണും, പൊളിയാണ്. അപ്പൊ അതെ നമ്മുടെ നളപാചകം ഓൾമോസ്റ്റ് തീരാറായിരിക്കാണ്. ഓക്കെ, നിങ്ങളിങ്ങോട്ട് നമ്മുടെ സദ്യയുടെ ഓൾമോസ്റ്റ് എല്ലാ സാധനവും സെറ്റാണ്. ഇനിയിപ്പോ നമ്മളിത് ഒരു എന്താ പറയാ തട്ടിക്കൂട്ടി ഇഞ്ചമ്പുളിയും ഒരു തട്ടിക്കൂട്ട് പായസം കൂടി സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞാൽ അതേ ടേബിൾ അങ്ങ് നിറഞ്ഞു. ഇപ്പൊ ടേബിൾ സ്ഥലമല്ലേ, നമ്മൾ ഇനിയും പഠിച്ചേ വേറൊരു വഴിയിലുണ്ടായി പോയി. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വലിയൊരു ടേബിൾ എടുത്ത് നമ്മൾ നല്ല നൈസായിട്ട് തോന്നുന്നത് പഠിക്കും. അടുത്ത തവണത്തിൽ നമുക്ക് വേറെ വെറൈറ്റി പിടിക്കാം. അപ്പൊ നമുക്ക് ഇഞ്ചമ്പുളിയിലോട്ട് പോവാം. ഇഞ്ചമ്പുളി നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇഞ്ചി എന്താ പറയാ സോട്ട ചെയ്തിട്ട് അതിനകത്തോട്ട് പുളി ഒഴിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിടുന്നുണ്ട്, കുറുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇനി ശർക്കര ഒഴിക്കാം. അങ്ങനെ വേറെ പറയാ വലിയൊരു എന്താ പറയാ റെസിപ്പി ആയിട്ടുള്ള ഇഞ്ചമ്പുളി അല്ല, സിമ്പിൾ എന്താ പറയാ ഫാസ്റ്റ് മൂലകാര് നമ്മൾ ചെയ്തേക്കുക, അത്രേ ഉള്ളൂ. കാരണം ഇഞ്ചമ്പുളി ഒന്നും ഇല്ലാണ്ട് എന്ത് സദ്യ. അപ്പൊ അതിനൊന്ന് അവിടെ ഇരുന്ന് കുറുക്കി വരുമ്പോൾ നമ്മൾ ഇത്തിരി കായപ്പൊടി ഇടും, പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടും, തീർക്കും. പിന്നെ എന്ന് പറയുമ്പോൾ പായസം അന്ന് പറയുമ്പോ സിമ്പിൾ ആണ്. തേങ്ങാപ്പാലല്ല പശുമ്പാലുണ്ട്, പാലൊഴിച്ചിട്ട് അതിൽ പഞ്ചസാര ഇട്ട് ഇലക്കി ഇട്ടപ്പോ തിളപ്പിക്കാൻ വെച്ചേക്കാണ്. അതൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് തട്ടിയിടും. അപ്പൊ നമ്മുടെ പാലയുടെ സെറ്റാണ്, തീർന്നു. നമ്മൾ അത്ര സിമ്പിൾ ആയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എല്ലാ പരിപാടിയും തീർന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കിയേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 കൂട്ടം കറി. പിന്നെ നമ്മുടെ അച്ചാറ്, നാരങ്ങാച്ചാറ്, നല്ല കിടിലൻ സാധനം, പപ്പടം വറുത്ത്. അപ്പൊ അതൊക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ 14-15 ഡിഷ് ഉണ്ട്. നല്ല കലക്കനൊരു ഓണം. നല്ല അന്തസ്സായിട്ട് ഉണ്ണാൻ പറ്റും. അപ്പൊ നമുക്ക് ടൈമർ കാണാൻ പറ്റും. ടൈമർ ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ 28 മിനിറ്റ് 8 സെക്കൻഡ് 9 സെക്കൻഡ് നമ്മൾ പോസ്റ്റ് ചെയ്യണം ഇവിടെ. തീർന്നു. ഓണസദ്യ സെറ്റാണ്. അപ്പൊ ഇനി എന്നിട്ട് ഇല ഇടുക, ചോറ് ഇടുക, ഓരോ കറികളായിട്ട് അങ്ങ് വരിക, നമ്മൾ ഇരിക്കുക, കഴിക്കുക, സംതൃപ്തി അടയാ. പൊളിക്കല്ല. അപ്പൊ നമുക്ക് ഇനി കഴിക്കാൻ പോവാം. അതെ, എന്താ ചെയ്യാ, ടയർഡാണ്. എന്താ പറയാ 2.5 മണിക്കൂർ കൂടി ഇരുന്ന് മുറഞ്ഞൊന്നും നോക്കിയിട്ടില്ല, പെട്ടക്കായിരുന്നു. അപ്പൊ അതേ ഫുൾ സദ്യ നിങ്ങൾ കണ്ടു, പൊളിയാണ്. നമുക്കിനി കുറച്ച് ഇലയൊക്കെ ഒന്ന് തുടച്ച് എന്താ പറയാ നൈസായിട്ട് ചോറൊക്കെ വിളമ്പി നല്ലൊരു സദ്യ കഴിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പപ്പടം വെക്കണു. പിന്നെ നമുക്കറിയാലോ എന്തിനാ വെക്കാമോ, ശർക്കര വരട്ടി, കായ വറുത്തത്. അപ്പൊ നമ്മളിത് കായ വറുത്ത് ഒരു 3-4 പീസ് വെക്കണു. പിന്നെ ശർക്കര വരട്ടി വെക്കണം. പിന്നെ നമ്മുടെ അച്ചാറ്, നമ്മുടെ മെയിൻ. അപ്പൊ പിന്നെ നമ്മുടെ നാരങ്ങ അച്ചാറ്. അപ്പൊ നമ്മളിനി നമ്മുടെ ഇഞ്ചമ്പുളി വെക്കാണ്. നല്ല കുറുകി നല്ല കലക്കന ഇഞ്ചമ്പുളി. സ്പെഷ്യൽ ഓവൻ തോരൻ, നല്ല ബീൻസ് തോരൻ, കാബേജ് തോരൻ. പിന്നെ നമ്മുടെ കാളൻ, സിമ്പിൾ കാളൻ, അത് കുറച്ച്. നമ്മളിനി അവിയൽ വെക്കാണ്. നല്ല എന്താ പറയാ കാണാൻ പറ്റും, നല്ല നൈസ് അവിയല്. അപ്പൊ ഇനി കാളൻ കുറച്ച് ഇടാനുള്ളൂ, കാരണം ഇല തീർന്നു. പച്ചടി, പിന്നെ കുറച്ച് ബീട്രൂട്ട് നമുക്ക് ഇവിടെ ഇടാം. പിന്നെ ഇച്ചിരി ഒരു കൂട്ടുകറി. അപ്പൊ അതെ
കുറച്ച് നല്ല കലക്കൻ മത്തങ്ങ എലിശ്ശേരി, നല്ല സിമ്പിൾ സാധനം. അപ്പൊ അതേ കൂട്ടുകറി വന്നു, നമുക്ക് പടയ്ക്കാം. ഇപ്പൊ നമ്മുടെ നല്ല ചോറ് കുറച്ചിടാം. നമുക്ക് കുറച്ചിട്ടിട്ട് ടേസ്റ്റ് നോക്കാം. വറ ഒഴിക്കാം. നമുക്ക് നല്ല മുരിങ്ങക്കായും വെണ്ടക്കായും ഒക്കെ വെച്ച് ഒഴിക്കാം. അപ്പൊ ഇനി അടുത്ത സൈഡിൽ നമുക്ക് കുറച്ച് പരിപ്പും കൂടി ഇട്ട് നമുക്ക് എങ്ങനെ ഇടുന്ന് നോക്കാം നമുക്ക്. അപ്പൊ അത് ഫുൾ പ്ലേറ്റിങ് കഴിഞ്ഞു. നമുക്കിനി ടേസ്റ്റിങ്ങിലോട്ട് പോകാം. അപ്പൊ നമ്മുടെ ക്യാമറമാൻ ജോബാണ് അത് ടേസ്റ്റിങ് നടത്തുന്നത്. പാതി ഡിഷ് അവൻ ചെയ്യും, ബാക്കി ഞാൻ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ അതാണ്ട് ഞാൻ ആദ്യമേ കുറച്ച് പരിപ്പും ചോറും കൂടെ കൂട്ടി കഴിച്ചു നോക്കട്ട്. അടിപൊളിയാ, പരിപ്പ് അടിപൊളിയാട്ടോ. ഇനി അവിയലുണ്ട്, അതിൽ ട്രൈ ചെയ്ത് നോക്കാം. അവിയല് നമ്മുടെ നാട്ടില് നമ്മുടെ നാടൻ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ്റെ എല്ലാ കഴിവും ഇതിനകത്തുണ്ട്. അടിപൊളി സാധനമാണ്. പിന്നെ പച്ചടി, നമ്മുടെ പൈനാപ്പിൾ പച്ചടിയാ, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സാധനം, ഒരു രക്ഷയില്ല. പിന്നെ പുളിയിഞ്ചി, ഓ മൈ ഗോഡ്, വീട്ടിലെ സാധനമാണ് പുളിയിഞ്ചി. അവന് സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നോക്കാം, ബീട്രൂട്ട് എങ്ങനെയുണ്ട് നോക്കാം. പൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ പൈനാപ്പിൾ ഉണ്ട് സൈഡില്, പൈനാപ്പിൾ നോക്കാം. കാളം നോക്കാം. കാളനോടെ കാളം നോക്കാം. ഇതിന് കുറച്ച് ഓലം നോക്കാം. ഒരു രക്ഷയില്ല ഗൈസ്, പൊളിയാണ്. അപ്പൊ എന്താ പറയാ, സിമ്പിൾ ആയിട്ട് നമ്മള് 2.5 മണിക്കൂർ അണ്ടറിൽ നമ്മൾ ഇത്രയും ഡിഷ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് റൈസ്. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. എന്താ പറയാ, കട്ടിങ്ങിന്റെ കുറച്ച് സീനൊക്കെ വന്നു, കുറച്ച് സമയം എടുത്തൊന്നല്ലാണ്ട്. പക്ഷെ ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് വല്ല റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയാ സ്പെഷ്യൽ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്താൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ആ ഡിഷ് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ കമന്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നവരെ ഗുഡ് ബൈ. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. എല്ലാവരും അടിച്ച് പൊളിക്കുക, ആഘോഷിക്കുക, സന്തോഷിക്കുക, പൊളിച്ചെടുക്കുക.